ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഉത്തരം തരുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന കർത്താവാണ്, ജീവിക്കുന്ന ദൈവമാണ്. അവൻ്റെ ശക്തി അപ്രമേയമാണ്, അഗോചരമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം പ്രാർത്ഥനയാൽ ഉത്തരം വള്ളിയൻ്റെ അനവധി സാക്ഷ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കാനിടയായി തീർന്നു. ഫോണിലൂടെയും കത്ത് മുഖേനയും ഞങ്ങളെ വിളിക്കുന്ന, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവർക്കായും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം നിങ്ങളെ തുറന്നും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള കുളക്കടവിൽ കിടന്ന രോഗിക്ക് യേശു കൊടുത്ത അത്ഭുതകരമായ സൗഖ്യമാണ് നമ്മൾ വിചിന്തനം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അവിടെ 38 വർഷമായി കിടന്ന രോഗിയുടെ മനോഗതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു, ചിന്താഗതിയെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുകയായിരുന്നു. മനുഷ്യവർഗത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ രോഗം ക്യാൻസറോ എയ്ഡ്സോ ഒക്കെ ഉപരിയായി നിരാശയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. നിരാശകളിൽ മേൽ എങ്ങനെ ജയം നേടാം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശകളിൽ മേൽ എങ്ങനെ ഒരു ദൈവവേദലിന് ജയം നേടുവാൻ കഴിയും. അതിലൊന്നാമതായി നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ സന്തോഷം ഭൗതിക വസ്തുക്കളിലാകരുത്, നമ്മുടെ ആശ്രയം മെറ്റീരിയൽ തിങ്സിലാകരുത്, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണമെന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനിടയായിത്തീർന്നു. അതിന് ബോധപരമായ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നുണ്ടായി, നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധ്യാനം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോൾ ഹബക്കുക്ക് പാടി, അത്തിവൃക്ഷം തള്ളത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിലും ഗോശാലയിൽ കന്നുകാലിയില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. പ്രിയ സ്നേഹിതരെ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചില സംഭവിക്കുമ്പോൾ, ആശയ്ക്ക് വിരോധമായി ചില സംഭവിക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ നിങ്ങളെ ബാധിച്ചതൊരു മാരക രോഗമാണെന്ന് അറിയുമ്പോൾ, നിങ്ങൾ വളരെ നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിനെതിരായൊരു ഉത്തരം ലഭിക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ വഴിവിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാം എതിരാകുമ്പോൾ, എല്ലാം പ്രതികൂലമാകുമ്പോഴും നിങ്ങൾ നിരാശപ്പെട്ട് മുഖം കുനിച്ചിരിക്കേണ്ടവനല്ല. നിങ്ങൾ പറയേണ്ടതിന് വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുവാൻ അറിയുന്നു. രണ്ടാമതായി, എങ്ങനെ നിങ്ങൾക്ക് നിരാശകളിൽ മേൽ ജയം കൊള്ളുവാൻ കഴിയും? ഭക്തനായ യോബിന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ തവണ അവസാനിപ്പിച്ചത്. യോബിന്റെ തന്നെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അവയെ ഓർക്കും. നിന്റെ ആയുസ്സ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാകും. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിപ്പിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. അപ്പോൾ അവിടെ ഒരു പദം കാണുവാൻ കഴിയും, അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അവയോർക്കും. അടുത്ത പദം, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. അതിന് മുകൾ വാക്യം പറയുന്നു, നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും. എൻ്റെ പ്രഭാഷണം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഭാവിയെ നോക്കി കാണരുത്. വേദപുസ്തകം പറയുന്നു, അവൾ ഭാവിയെ നോക്കി പുഞ്ചിരി തൂകുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരി തൂകുന്നവരായി നമ്മൾ തീരണം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും അതിന് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം.
പ്രത്യാശയുള്ളത് കൊണ്ട് നിർഭയനായിരിക്കും. അപ്പോൾ ദൈവമക്കൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്, നിരാശകളെ അതിജീവിക്കുന്നത്, പ്രതിസന്ധി വരുമ്പോൾ സൂയിസൈഡ്, ആത്മഹത്യ എല്ലാത്തിൻ്റെയും പരിഹാരമായി കാണാത്തത് പ്രത്യാശയുള്ളത് കൊണ്ടാണ്. കേൾക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ വാ തുറന്ന് പറയാം പ്രത്യാശ. ആവർത്തിച്ച് പറയാം പ്രത്യാശ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കൂ പ്രത്യാശ. ആരുള്ള പ്രത്യാശ? ദൈവത്തിലുള്ള പ്രത്യാശ. എന്താണ് ആ പ്രത്യാശ? ഞാൻ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ ഓർക്കും, എൻ്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രകാശമായി മാറും. ഇതാണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ കഷ്ടത, കടഭാരം, അപമാനം, ദുഃഖം, ഭീതി, സങ്കടം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരെ വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഈ ദുഃഖം നീണ്ടു നിൽക്കുകയില്ല, ഈ സങ്കടം നീണ്ടു നിൽക്കുകയില്ല, ഈ അപമാനം നീണ്ടു നിൽക്കുകയല്ല, ഇതിന്മേൽ എൻ്റെ ദൈവം എനിക്ക് ജയം തരും, ഇതൊഴിഞ്ഞു പോകും. ഇത് വിശ്വസിക്കണം. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം മിക്കവാറും പ്രതിസന്ധികളിലൂടെ ഒത്തിരി കഷ്ടങ്ങളിലൂടെ വന്നയാളാണ്. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് കൂടെ കൂടെ ഇതും ഒഴിഞ്ഞു പോകും, ഇതും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, ഭാരം വരുമ്പോൾ പറയേണ്ടത് ഇതും ഒഴിഞ്ഞു പോകും. മറ്റുള്ള പലതും ഒഴിഞ്ഞു പോയതുപോലെ ഇതും ഒഴിഞ്ഞു പോകും, ഇതും ഒഴിഞ്ഞു പോകും, ഇതും ഒഴിഞ്ഞു പോകും. ഇതാണ് പ്രത്യാശ. ഇതും ഒഴിഞ്ഞു പോകും. പ്രത്യാശ ഉള്ളത് കൊണ്ട് നിങ്ങൾ നിർഭയനായിരിക്കും. 23-ാം സങ്കീർത്തനം നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായ സങ്കീർത്തന ഭാഗമാണ്. ഒരു പക്ഷേ പലപ്പോഴും കുഞ്ഞുനാളിലെ മുതൽ നമ്മളൊക്കെ കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 23-ാം സങ്കീർത്തനം. വളരെ മനോഹരമായ കീർത്തന ഭാഗമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരിക്കൽ പഠിക്കാൻ ഇടയാകട്ടെ. കർത്താവിനെ അവസരം തരട്ടെ. അതിലെ ഓരോ വാക്യങ്ങളും വളരെ എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും നൽകുന്നതും എന്നെപ്പോലെ 10,000-കണക്കിന് ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ആശ്വാസം നൽകുന്നതുമാണ്. ഒരിക്കൽ ഒരു പ്രഭാഷണ വേളയിൽ ആ സങ്കീർത്തനം എടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവ് ജനത്തോട് ഇടപെട്ട എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന നിങ്ങളറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. അടുത്തത്, തിരുനാമ നിമിത്തം നീതിവാതകളിൽ അവനെ നടത്തുന്നു. അടുത്ത പദം, കുരിൽ താഴെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അത് വളരെ സന്തോഷം തരുന്നൊരു പദം. തിരുനാമ നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ നിങ്ങൾ നടക്കുന്ന പാതകൾ നീതിയുടേതല്ലാതെ നിങ്ങൾക്ക് തോന്നിയാലും, കഷ്ടത്തിൻ്റെതായും ക്ലേശത്തിൻ്റെതായും നിങ്ങൾക്ക് തോന്നിയാലും, ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ നടത്തുന്ന പാതയെല്ലാം നീതിയുടെ പാതയാണ്, നീതിയുടെ പാതയാണ്. നീതിയുടേതല്ലാത്തൊരു പാതയിലും ദൈവം നിങ്ങളെ നടത്തുന്നില്ല. അത് മാത്രമല്ല, അടുത്ത പദം, കുരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 23-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവനെ നടത്തുന്നു. ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണനിൽ താഴ്വര, കൂരിട്ടിന്റെ അവസ്ഥ, അന്ധകാരത്തിന്റെ അവസ്ഥയും യഹോവ ഇടയനായ യഹോവയെ പിൻപറ്റുന്ന, നല്ല ഇടയനായ യേശു കർത്താവിനെ പിൻപറ്റുന്ന ഒരാട് ഇതിനെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. കൂരിലിൻ്റെ താഴ്വര ഉണ്ടാകും. എപ്പോഴും സന്തോഷകരമായ, എപ്പോഴും ഉല്ലാസകരമായ, എപ്പോഴും ആനന്ദകരമായ, എപ്പോഴും സമൃദ്ധിയുള്ളതായ ഒരവസ്ഥ മാത്രമല്ല, കഷ്ടതയുടെ അവസ്ഥയും ഞെരുക്കത്തിൻ്റെ അവസ്ഥയും ഇല്ലായ്മയുടെ അവസ്ഥയും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്കുള്ള ധൈര്യം, ദൈവത്തിനുള്ള ധൈര്യം, നീ എന്നോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധിയുടെ വേളയിൽ, പ്രശ്നങ്ങളുടെ ആഴത്തിൽ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല നിങ്ങൾ സേവിക്കുന്ന ദൈവം, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത പദം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ആടിനെ വളർത്തുന്ന പോലെയല്ല ഇസ്രായേലിൽ, പലസ്തീനിലൊക്കെ ആടിനെ വളർത്തുന്നത്. പലസ്തീനുകളിൽ ആടിനെ വളർത്തുന്ന ആട്ടിടയന്മാർ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ ആടിനെ വളർത്തുന്നത് താറാവിനെ വളർത്തുന്ന പോലെയാണ്. താറാവിനെ കൊണ്ടുപോകും, നിങ്ങൾ കണ്ടിട്ടില്ലേ? താറാവ് ഇങ്ങനെ മുമ്പേ പോകും. താറാവിനെ വളർത്തുന്ന ആൾ ഒരു വലിയ നീണ്ട വടിയുമായി പുറകിന് ചെന്ന് ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകും. ഇതുപോലെ തന്നെ ആടിനെയും കൊണ്ടുപോകുന്നത്, ആട് മുമ്പേ പോകുന്നു, ആൾ പുറകിന് പോകുന്നു. എന്നാൽ ഈ പലസ്തീൻ ആടിനെ അങ്ങനെയല്ല. ഇടയൻ മുമ്പേ നടക്കുന്നു, ഇടയന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആടുകൾ പുറകാലെ വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് മുമ്പേ നടക്കുന്നു, ആടുകൾ അവൻ്റെ പുറകാലെ പോകുന്നു. ഇടയൻ മുമ്പേ, ആട് പുറകാലെ. അങ്ങനെയാണ് പാലസ്തീനിൽ. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ഈ ഇടയൻ മുമ്പേ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടയൻ പോകാത്ത ഒറ്റ വഴിയിലൂടെയും ആടിന് പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഇടയൻ മുമ്പേ പോയ ശേഷം മാത്രമേ അവിടെ കൂടെ ആടിനെ വിടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ സേവിക്കുന്ന ദൈവം മുമ്പേ പോയിട്ട്
അതിൻ്റെ പുറകാലെയാണ് നിന്നെ വിടുന്നത്. ഈ ലോകത്തിലെ ഒറ്റ നേതാക്കളും മുമ്പിൽ നിന്ന് നയിക്കുന്നവരല്ല, അവർ പുറയുന്ന സത്യത്തിൽ നയിക്കുന്നവരാ. കാരണം പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ലാത്തി ചാർജ് വരുമ്പോൾ, വെടിയുണ്ട വരുമ്പോൾ ഒരൊറ്റ നേതാവ് നെഞ്ച് കാണിച്ചതെന്നാൽ നമുക്കറിഞ്ഞുകൂടാ. അവരൊക്കെ രക്ഷപ്പെടുന്നു, അനുയായികൾ കൊല്ലപ്പെടുന്നു, ചതഞ്ഞരപ്പെടുന്നു, സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. എന്നാൽ മുമ്പിൽ നിന്ന് നയിക്കുന്നവനാണ് ദൈവം. അതിൻ്റെ അർത്ഥം കർത്താവ് പോകാത്ത ഒരു വഴിയിലൂടെയും നിന്നെ നടത്തുന്നില്ല. അതല്ല നമ്മുടെ പ്രഭാഷണ വിഷയം. നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും അതിൻ്റെ അർത്ഥം എന്താണ്? പച്ചയായ പുൽപ്പുറത്തിനിടയെ നമ്മെ കിടത്തുന്നു, എന്നാൽ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണത്തിൽ താഴ്വരയിൽ നമ്മെ കിടത്തുകയല്ല, അവിടെ കൂടെ നടത്തുകയാണ്. കൂരിൽ താഴ്വരയിൽ ദൈവം നമ്മെ കിടത്തുകയല്ല, അവിടെ കൂടെ നടത്തുകയാണ്. ഇതിലൂടെ നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ദൂത്, ദൈവവേദനയിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ നീ ഓർത്തോണം, എൻ്റെ ദൈവം നിന്നെ കഷ്ടതയിൽ ഇട്ടിരിക്കുകയല്ല, എൻ്റെ ദൈവം നിന്നെ അപമാനത്തിൽ ഇട്ടിരിക്കുകയല്ല, എൻ്റെ ദൈവം നിന്നെ പ്രതിസന്ധിയിൽ ഇട്ടിരിക്കുകയല്ല, എൻ്റെ ദൈവം നിന്നെ ഞെരുക്കത്തിൽ ഇട്ടിരിക്കുകയല്ല. നീ അവിടെ കൂടെ നടക്കുകയാണ്. എന്താണ് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥം? നടക്കുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥം, നടക്കുക എന്ന് പറഞ്ഞാൽ മൂവബിൾ, അതായത് ചലിക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ അർത്ഥം നീ അതിനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നീ അതിനെ മറികടക്കുമെന്നുള്ളതാണ്. പ്രതിസന്ധി വരുമ്പോൾ നീ പറയണം, പ്രശ്നം വരുമ്പോൾ നീ പറയണം, എൻ്റെ ദൈവം എന്നെ കഷ്ടതയിൽ ഇട്ടിരിക്കുകയല്ല. ദുഷ്ടപിശാചിന് മുമ്പിൽ ചോദ്യചിഹ്നങ്ങൾ ഇടുമ്പോൾ നീ പറയണം, ദുഷ്ടപിശാചേ, എൻ്റെ ദൈവം ഈ കഷ്ടതയിൽ ഇട്ടിരിക്കുകയല്ല, അപമാനത്തിൽ ഇട്ടിരിക്കുകയല്ല, രോഗത്തിൽ ഇട്ടിരിക്കുകയല്ല, കഷ്ടതയിൽ ഇട്ടിരിക്കുകയല്ല. ഞാൻ ഇവിടെ കൂടെ നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇതിന് പുറത്തു വരും. കഷ്ടം വരുമ്പോൾ നീ പറ, ക്ലേശം വരുമ്പോൾ നീ പറ, അപമാനം വരുമ്പോൾ പറ, ഇതെല്ലാറ്റിന്റെ അവസാനമല്ല, ഞാൻ ഇതിന് പുറത്തു വരും. ഒരു മനോഹരമായ പാട്ടുണ്ടല്ലോ, വി ഷാൽ ഓവർകം. നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കും. നമ്മുടെ ദൈവത്താൽ ഈ പ്രതിസന്ധികളെ നാം അതിജീവിക്കും, ഈ പ്രശ്നത്തെ നാം അതിജീവിക്കും, ഈ പ്രതിസന്ധികളെ നാം അതിജീവിക്കും. ദൈവത്തിന്റെ പ്രത്യാശ ഏതാണ്? ഞാൻ ഇതിനെ അതിജീവിക്കും. നിങ്ങൾ ഓർത്ത് നോക്ക്, ചെറിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളൊക്കെ വന്നപ്പം ഇവിടെ പലരും ചെയ്ത പോലെ ആത്മഹത്യ ശ്രമിച്ചിരുന്നെങ്കിൽ, റെയിൽവേ ട്രാക്കിൽ ചാടിയിരുന്നെങ്കിൽ, വിഷക്കുപ്പി തപ്പിയിരുന്നെങ്കിൽ, കിണറ്റിൽ ചാടിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ആ പ്രതിസന്ധികൾ പിടിച്ചു നിന്നവരുടെ നോക്ക്, എത്രയോ ശോഭനമായ ഭാവി അവർക്ക് ലഭിച്ചു. അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? മക്കൾക്ക് ജോലി ലഭിച്ചില്ലേ? കടഭാരം മാറിയില്ലേ? ദുഃഖം നീങ്ങിയില്ലേ? മക്കളുടെ സന്തോഷം കാണാനിടയായില്ലേ? പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, കഷ്ടത വരുമ്പോൾ അതെല്ലാത്തിൻ്റെ ആർതിയായി നിങ്ങൾ കാണരുത്. നിങ്ങൾ എത്ര വലിയ കഷ്ടത്തിൻ്റെ ആഴത്തിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിൽ നിങ്ങളാണെങ്കിലും, അതിൽ കരകയറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ മക്കൾക്ക് ശോഭനമായ ഭാവി തരുവാൻ, നല്ല വിദ്യാഭ്യാസം തരുവാൻ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ഭക്തനായ ദൈവദാസൻ യാക്കോബ്, ജീവിതത്തിൽ ആർക്കും ഇത് വരാം. അതുകൊണ്ട് നിങ്ങൾ ഒരു എസൻഷ്യൽ കേസാണ് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾക്ക് മാത്രമാണിത് വന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഭക്തനായ ദൈവത്തിന്റെ അഭിഷക്തനായ യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, തൻ്റെ മക്കള് വളരെ അദ്ദേഹം സ്നേഹിച്ച യോസഫ് അദ്ദേഹത്തിൽ നിന്ന് അകലേക്ക് പോകേണ്ടി വന്നു. ചതിപ്രയോഗത്തിലൂടെ യോസഫിനെ സഹോദരങ്ങൾ തന്നെ അപ്പന്റെ അരിയിൽ നിന്ന് മാറ്റി. അധികം താമസിയാതെ അടുത്ത മകൻ, ഏറ്റവും ഇളയ മകൻ ബെന്യാമീനെയും അദ്ദേഹം നഷ്ടപ്പെട്ടു. യാക്കോബ് തന്റെ നിരാശയിൽ പറഞ്ഞു, യോസഫിനോടുകൂടെ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു. ആ വയോവൃദ്ധൻ കരഞ്ഞോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തിലേക്ക് പാതാളത്തിലേക്ക് ഇറക്കും, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോട് പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞാൽ യാക്കോബ് ചിന്തിച്ചത് ഇനി ഒരു അരുണോദയം ഉണ്ടാകില്ലെന്നാണ്, ഇനിയും ഒരു സൂര്യോദയം വരില്ലെന്നാണ്, ഇനി ഒരു പ്രത്യാശയുടെ നാളിൽ വരില്ലെന്നാണ്, ഇനി മോനെ കാണാനൊക്കത്തില്ലെന്നും, ഇനി ഇളയ കുഞ്ഞിനെ കാണാനൊക്കത്തില്ലെന്നും, ഇനിയും ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഒരു ദിവസം വരില്ല എന്നുമാണ് യാക്കോബ് ചിന്തിച്ചത്. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച യാക്കോബ് ദുഃഖത്തോട് നരയെ പാതാളത്തിലേക്ക് വിടുമെന്ന് പറഞ്ഞ യാക്കോബിനെ കുറിച്ച് പിന്നീട് വേദപുസ്തകം പറയുന്നത്, യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു എന്നാണ്. തന്റെ മകനായ യോസഫ് ജീവിച്ചിരിക്കുന്നു കേട്ടപ്പോൾ യാക്കോബ് ചൈതന്യമുള്ളവനായി. അത് മാത്രമല്ല, യാക്കോബിന്റെ അരികിൽ യോസഫ് തന്റെ മക്കളായ മനശ്ശെ, എഫ്രൈം എന്ന രണ്ടുപേരെ കൊണ്ടുവന്ന് അനുഗ്രഹിപ്പാനായി നിർത്തുന്ന ഒരു രംഗമുണ്ട്. ആ അവസരത്തിൽ ഈ വയോവൃദ്ധനായ യാക്കോബ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് വളരെ ഉൾപ്പൊള്ളകത്തോടു കൂടെയാണ് ഞാൻ വായിക്കുന്നത്. പലപ്പോഴും ആ വേദഭാഗം വായിക്കുമ്പോൾ എന്റെയും കണ്ണുകൾ നിറയാറുണ്ട്. ആ വയോവൃദ്ധൻ പറയുന്ന പദം നിങ്ങൾ കേൾക്കണമോ? മകനെ യോസഫേ, നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല, എന്നാൽ നിന്റെ മക്കളുടെ മക്കളെയും കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. നിരാശരായി ഭാരമുള്ളവരായി പിശാചുരുക്കിയ കണിയിലും കടഭാരത്തിലും ദുഃഖത്തിലും ക്ലേശത്തിലും ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും സങ്കടത്തിലും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ,
ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ കാണാമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ മക്കളെയും മക്കളെയും കാണുവാൻ ഭാഗ്യം തരാൻ ദൈവശക്തനാണ്. എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന നിങ്ങളോടുള്ള ദൈവിക ദൂതറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ ആലോചന പറയുന്നു. കാര്യങ്ങൾ നീ ചിന്തിക്കുന്ന പോലെയല്ല. സകലത്തെയും ദൈവം തന്റെ വരുതിയിൽ കൊണ്ടുവരുവാൻ ശക്തനായവനാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്, പ്രത്യാശയുള്ളവനായിരിക്കുക. ഇപ്പോൾ കാണുന്നത് വെച്ച് നിങ്ങൾ വിധിക്കരുത്. ഇതിനെല്ലാം ദൈവം അറുതി വരുത്തും. പ്രത്യാശയുള്ള തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എടുക്കും. അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നീ ചുറ്റും നോക്കി സൗര്യമാവസ്ഥിക്കും, നീ കിടക്കുമാരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. എന്നാൽ അടുത്തത്, പലരും നിന്റെ മമത അന്വേഷിക്കും, എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ശരണവർക്ക് പോയി പോകും. പ്രാണനെ വിടുന്നത്രേ അവർക്കുള്ള പ്രത്യാശ. പ്രാണനെ വിടുന്നത്രേ അവർക്കുള്ള പ്രത്യാശ. ദൈവമില്ലാത്ത, ദൈവാശ്രയമില്ലാത്ത, ആരാധനയില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവഭയമില്ലാത്ത വ്യക്തികളുടെ ചിന്താഗതിയാണിത്. പ്രാണനെ വിടുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ ഭാരങ്ങൾ വരുമ്പോൾ ചില ആളുകൾ പറയുന്നത് ചത്താൽ മതിയെന്ന്, തുലഞ്ഞാൽ മതിയെന്ന്, മരിച്ചാൽ മതി പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങ് മരിച്ചാൽ മതി. അവിടെ ധാരണ അതോടുകൂടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുകയെന്നാണ്. പ്രിയപ്പെട്ടവരെ, മരണം എല്ലാ പ്രശ്നത്തിനും പരിഹാരമല്ല, താൽക്കാലികമായ രക്ഷപ്പെടലാണ്. ചില ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. മരണം എല്ലാത്തിൻ്റെ അവസാനമല്ല, ചിലതിൻ്റെയൊക്കെ ആരംഭമാണ്. മരണത്താൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത മറ്റൊരു ലോകത്താണ് ചിലതെന്ന് ഓർത്തോണം. ഇപ്പോഴത്തെ ക്ലേശങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ ദുഃഖത്തിൽ നിന്നും ഒളിച്ചോടുവാൻ മരണത്തെ പുൽകുന്ന, ആത്മഹത്യയെ ശ്രമിക്കുന്ന നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത മറ്റൊരു ലോകത്താണ് ചിലതെന്ന് ഓർത്തുകൊള്ളണം. മറന്നു പോകരുത്. ഇവിടെ നിങ്ങൾക്ക് മരണത്താൽ രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ നിങ്ങൾ പോകുന്ന അങ്ങേ ലോകം, ആ ലോകത്തിൽ നിന്ന്, നിത്യലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. വറയത്തിൽ നിന്ന് എരുതിയിലേക്കാണ് നിങ്ങൾ വീഴാൻ പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തെ, ആത്മഹത്യ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. അപ്പോൾ ദൈവമില്ലാത്ത, ദൈവാശ്രയമില്ലാത്തവനെ അങ്ങനെ പറയുകയുള്ളൂ. ദൈവാശ്രയമുള്ളവൻ അങ്ങനെ പറയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രതിസന്ധിയുടെ വേളയിൽ, പ്രശ്നത്തിൻ്റെ വേളയിൽ അങ്ങ് ചത്താൽ മതി എന്ന് പറയാത്തവരില്ല. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, ബലഹീനനാണല്ലോ, അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അത് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല. നിങ്ങളുടെ ഉള്ളിൽ അത് മന്ത്രിക്കുന്നത് ദൈവാത്മാവല്ല, അത് ദുഷ്ടാത്മാവാണ്. പരിശുദ്ധാത്മാവല്ല, പിശാചിന്റെ ആത്മാവാണ് നിങ്ങളോട് പറയുന്നത് ചത്തുകളായെന്ന്. ഒരു ദൈവവേദന അങ്ങനെ പറയില്ല, പറയാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ ദാസനായി യോബ് പറഞ്ഞു, അവനെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, അവനെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അപ്പോൾ പ്രത്യാശയുള്ളത് കൊണ്ട് നിർഭയനായിരിക്കും. മുമ്പേ ഞാൻ പറഞ്ഞ യോസഫ് തൻ്റെ മക്കളെ അരികിൽ വിളിച്ച് അവർക്ക് പേരിടുന്നൊരു രംഗം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാം വാക്യത്തിലുണ്ട്. ആ വേദഭാഗം കൂടെ ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനമൊക്കെയും, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദിജാതനെ മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തതിന് എഫ്രൈം എന്ന് പേരിട്ടു. യോസഫിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. എല്ലാം തീർന്നെന്നും എല്ലാം ഒതുങ്ങിയെന്നും എല്ലാം ഒടുങ്ങിയെന്നും ഒക്കെ ചിന്തിച്ചതാ. പക്ഷെ ആ യോസഫിനെ ദൈവം രാജാവാക്കി, സിംഹാസനസ്ഥനാക്കി, മന്ത്രിയാക്കി മാനിച്ചു. ആ യോസഫ് പറയാൻ, എൻ്റെ സകല കഷ്ടതയും ദൈവം എന്നെ മറക്കുമാറാക്കി. സകല കഷ്ടതയും മറക്കുമാറാക്കുന്നൊരു ദൈവമുണ്ട്. സങ്കടദേശ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. സങ്കടദേശത്ത് വർധനം നൽകുന്നൊരു ദൈവമുണ്ട്. സ്നേഹിത, സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. മനുഷ്യനാൽ നിന്ദിക്കപ്പെടുന്ന ദൈവവേദനയെ നീ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുകയാണ്. മനുഷ്യനാൽ അവഗണിക്കപ്പെടുന്നത് ഈ സഹോദര, നീ ദൈവത്താൽ പരിഗണിക്കപ്പെടാൻ പോകുകയാണ്. മനുഷ്യനാൽ ചവിട്ടി താഴ്ത്തപ്പെടുന്ന ജീവിതമേ, നീ ദൈവത്താൽ ഉയർത്തപ്പെടാൻ പോകുകയാണ്. സങ്കടം വരുമ്പോൾ ഓർക്കൂ, ദൈവം ഒരു വർധന തരും. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. നിങ്ങൾക്ക് സങ്കടമാണോ, ദൈവം ഒരു വർധന തരാൻ പോകുകയാണ്. നിരാശകളിൽ മേൽ നിങ്ങൾക്ക് ജയം തരുന്ന മാർഗമാണ് ഞാൻ പറഞ്ഞതൊക്കെ. ഒന്ന്, നിരാശകളിൽ മേൽ ജയം നേടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുക. രണ്ട്, നിങ്ങൾ പ്രത്യാശയുള്ളവനായിരിക്കുക. ഭൂമി മാറിപ്പോയാലും ഭൂലോകമിളകിയാലും പ്രത്യാശയുള്ളവരായി നിങ്ങളിരിക്കുക. നിങ്ങൾക്ക് പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക എന്നാണ് ഇബ്രായ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. ദൈവം വിശ്വസ്തനാണ്, പരീക്ഷകളോടെ പോക്കുവഴി തരുന്നവനാണ്. ഈ പ്രതിസന്ധി അല്ല നിന്റെ അവസാനം.
നിങ്ങളുടെ ആരംഭം എന്ന പോലെ അവസാനം കാണുന്ന ദൈവത്തിനെ നിങ്ങളുടെ പ്രതിസന്ധിക്ക് അപ്പുറമായ ശോഭനമായ ഭാവിയോ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലോകത്തിലെ സകല മതങ്ങളുടെയും ആകത്തുക പ്രവർത്തിയാലുള്ള രക്ഷ. ലോകത്തിലെ സകല മതങ്ങളും മനുഷ്യന്റെ വിടുതലിനായി രക്ഷയ്ക്കായി പറഞ്ഞ് കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക എന്നോട് ലളിതമായി പറഞ്ഞാൽ ലോകത്തിലെ സകല മതങ്ങളും പറയുന്നത് വിളക്കെണ്ണ കൊണ്ടുവരൂ, വെളിച്ചെണ്ണ കൊണ്ടുവരൂ, തേങ്ങയുടയ്ക്കൂ, മുട്ടയിൽ നീന്തൂ, ഭിക്ഷ തണ്ടു, ശൂലം കുത്തി ഇറക്കൂ, അടിമയിരിക്കൂ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൂ, മലകൾ കയറൂ, തീർത്ഥാടനങ്ങൾ നടത്തൂ. ഇവയാണ് മനുഷ്യരോട് പറയുന്നത്. മനുഷ്യനെ ആശ്വാസത്തിനായി വേദനപ്പെടുന്ന, സങ്കടപ്പെടുന്ന, രോഗിയായ ഒരിട്ട ആശ്വാസത്തിനായി ഓടിയെടുക്കുന്ന മനുഷ്യനോട് മതങ്ങൾക്ക് പറയാനുള്ളത് പ്രവർത്തിക്കുക എന്നാണ്. ഉള്ളതെല്ലാം പ്രവർത്തിച്ച് തീർന്നിട്ടും ഉള്ളതെല്ലാം നൽകിയിട്ടും മനുഷ്യൻ ശൂന്യനായി, രോഗിയായി, അസ്വസ്ഥനായി എന്ന് വരേണ്ടി വരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മാർഗം നിങ്ങളുടെ പ്രവൃത്തി ആവശ്യപ്പെടുന്നില്ല, നിങ്ങളുടെ വിശ്വാസം ആവശ്യപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ മാർഗം കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച് നിവർത്തിച്ച രക്ഷയിലുള്ള വിശ്വാസം ആവശ്യപ്പെടുന്നു. യേശുവിന്റെ മാർഗം നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ നിങ്ങളെ വിടുവിക്കുന്ന മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം നിങ്ങൾ മനസ്സ് വെക്കുന്ന മാത്രയിൽ നിങ്ങളെ രക്ഷിക്കുന്ന മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം നിങ്ങൾ മനസ്സ് വെക്കുന്ന മാത്രയിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന മാർഗമാണ്. എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുതൽ, എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ സൗഖ്യം. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ കിടന്ന് നിങ്ങൾ മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, കാരാഗ്രഹത്തിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, പറക്കുന്ന പ്ലെയിനിലോ ഓടുന്ന ബസ്സിലോ പായുന്ന ട്രെയിനിലോ എവിടെയുമാകട്ടെ, കാരാഗ്രഹത്തിനകത്തോ വീടിന്റെ ഉള്ളറയിലോ ഏകാന്ത സ്ഥലത്തോ കടൽ തീരത്തോ മലമുകളിലോ നിങ്ങൾ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കാൻ കഴിവുള്ള, പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. ആകാശത്തിന്റെ അനന്തതകളോ ആഴിയുടെ അഗാധതകളോ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തടസ്സമായ സ്ഥലങ്ങളല്ല. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ദൈവം മലമുകളിൽ പ്രവർത്തിക്കുന്നു. അബ്രഹാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിലിന് വേണ്ടി ദൈവം മരുഭൂമിയിൽ പ്രവർത്തിക്കുന്നു. മലമുകളിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി മാറേണ്ട അവസ്ഥയിൽ ഇസഹാക്കിന് വേണ്ടി മലമുകളിൽ ദൈവം ഇറങ്ങി വരുന്നു. ഇസഹാക്കിനെ വെട്ടുവാനോങ്ങുന്ന കൈകളിൽ ദൈവകരം കടന്നു പിടിച്ചതിനെ തടയുന്നു. ഇതേ ദൈവകരം, ദൈവശക്തി അബ്രഹാം നൽകിയ ഒരു തുരുത്തി വെള്ളവും അല്പവും അപ്പവുമായി ഹാഗാരും അവരുടെ മകൻ ഇസ്മായേലും യാത്രയാകുന്ന ചരിത്രം നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം ഒരായുസ് മുഴുവൻ അവനെ സേവിച്ചതിന് മിസ്രയീമദാസിയായ ഹാഗാറിന് കൊടുത്തത് ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, സ്നേഹിതരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും നിനക്ക് നൽകുന്നതിന് പരിമിതിയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും നിനക്ക് തരുന്നതിന്, നിന്റെ സന്താനങ്ങൾക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്, ദൈവം തരുന്നതിന് പരിമിതിയില്ല. പരിമിതി കൂടാതെ നിങ്ങളെയും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിപ്പാൻ സർവശക്തിയുള്ള ദൈവം നിങ്ങളിത് ഹൃദയിക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. മരുഭൂമിയിൽ കിടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് കരഞ്ഞ ഹാഗാറിന് വേണ്ടി, ഇസ്മായിലിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അപ്പോൾ മരുഭൂമിയിലും മലമുകളിലും അവൻ പ്രവർത്തിപ്പാൻ സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരിടവുമില്ല. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏതവസ്ഥയായാലെങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 40,000 അടിയൊക്കെ ഉയരത്തിലൂടെയാണ് ഫ്ലൈറ്റുകൾ പറക്കുന്നത്.
ഇവിടുന്ന് മേളോട്ട് പറന്നുയരുന്ന ഫ്ലൈറ്റുകൾ യാത്ര ചെയ്തറിയാം. മേളോട്ട് പറന്നുയരുമ്പോൾ ഒരു പരുന്ത് വന്ന്, ഒരു പ്രാവ് വന്ന് ഈ ഫ്ലൈറ്റിൽ ഷൂ എന്ന് ഏശിപ്പോയാൽ മതി, തീപ്പട്ടിക്കൊള്ളി കത്തുന്ന പോലെ കൊത്തി താഴെ വീഴും. 300 യാത്രക്കാരുമായി, 350 യാത്രക്കാരുമായി, 200 യാത്രക്കാരുമായി, 500 യാത്രക്കാരുമായിട്ട് ഈ ഫ്ലൈൻ ഇങ്ങനെ മേളോട്ട് പുറക്കുമ്പോൾ ഒരു പരുന്തോ ഒരു പ്രാവോ ഷൂ എന്ന് ഏശിയാൽ കത്തി താഴെ വീഴും. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. പ്രഭാഷണം ശ്രമിക്കുന്ന ശ്രദ്ധിത, ഒരുപക്ഷെ നിങ്ങൾ അനവധി തവണ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പലതവണ ഇതിൽ കയറുകയും ഇറങ്ങുകയും പോവുകയും വരികയും ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ ഓർത്തോണം, പരുന്ത് വരാഞ്ഞിട്ടല്ല, പ്രാവ് വരാഞ്ഞിട്ടല്ല, സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ കാവൽ കൊണ്ടുകൂടെയാണ്. കാവൽ കൊണ്ടുകൂടെന്നല്ല, ദൈവത്തിന്റെ കാവലാണ് ഈ ആകാശയാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് നൽകുന്ന ഓർത്തോളണം. അപ്പോൾ 40,000 ഇടത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ആകാശം തകരുമെന്ന് കണ്ടാൽ ആ ഫ്ലൈറ്റിനകത്തിരുന്ന ഒരാൾ പ്രാർത്ഥിച്ചാൽ, അല്ലെ താഴെ ഭൂമിയിൽ ഇരുന്നൊരാൾ പ്രാർത്ഥിച്ചാൽ, 40,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് കീഴേ ശാശ്വത ബുദ്ധിമുട്ട്, ആകാശം ചായിച്ചിറങ്ങി വന്ന്, ആകാശം കീറിയിറങ്ങി വന്ന് ആ ഫ്ലൈറ്റിനിടെ ശാശ്വത ബുദ്ധിമുട്ട ഫ്ലൈറ്റിനെയും നമ്മുടെ യാത്രക്കാരെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവം. അനന്തം അജ്ഞാതം അവണിനിയുമായി കിടക്കുന്ന മഹാസമുദ്രം, അതിലൂടെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മഹാസമുദ്രത്തിലൂടെ പോകുന്ന വലിയൊരു കപ്പൽ, ഒരു കൂറ്റൻ മഞ്ഞുകട്ടിയിലിടിച്ച് കപ്പൽ തകരുമെന്ന് കണ്ടാൽ ആ കപ്പലിനകത്തിരുന്ന് കരയുന്ന ഒരു വ്യക്തിയോ, അങ്ങകലെ ഒരു ചെറ്റക്കൂടി ഇരുന്ന് കരയുന്ന ഒരു വ്യക്തിയുടെയോ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ മഹാസമുദ്രത്തിലേക്ക് ചാടി ഇറങ്ങിയ കപ്പലിനെയും അതിലുള്ള സകല യാത്രക്കാരെയും രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീവനുള്ള സത്യദൈവം. എന്റെ മാന്യ ശ്രോതാക്കളെ, ഈ ജീവനുള്ള സത്യദൈവത്തെ നിങ്ങൾ സേവിക്കണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനത, ജീവനുള്ള സത്യദൈവത്തെ മനുഷ്യൻ ആരാധിക്കുന്നില്ല. സൃഷ്ടിതാവിനെ മറന്ന് മനുഷ്യൻ സൃഷ്ടികളെ ആരാധിക്കുന്നു. നിർമ്മിതാവിനെ മറന്ന് നിർമ്മിത വസ്തുക്കളെ ആരാധിക്കുന്നു. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനത, മനുഷ്യനേക്കാൾത്താണ് മൃഗജാലങ്ങളെ ആരാധിക്കുന്നു. മനുഷ്യൻ സഹജീവികളായ മനുഷ്യരെ ആരാധിക്കുന്നു. സ്നേഹിതരെ, വേദപുസ്തകം കർക്കശമായി പറഞ്ഞിട്ടുണ്ട്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനെ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനെ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങളെപ്പോലെ തന്നെ ബലഹീനരാണ്, അശക്തരാണ്, നിസ്സഹായരാണ്, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ്. ഞാൻ സാധാരണ പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളെപ്പോലെ തന്നെ കാലാവസ്ഥ മാറ്റമുണ്ടായാൽ, മഴ നനഞ്ഞാൽ പനി പിടിക്കുന്ന, കോൾഡ് വരുന്ന, ഡയബറ്റീസ് ഉള്ള, ബ്ലഡ് പ്രഷറുള്ള, ഷുഗറുള്ള, പിടിക്കരുതാത്ത കഴിച്ചാൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ലോകത്തിലുള്ള സാധാരണ സഹജീവികളായ മനുഷ്യരിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഞാൻ പറഞ്ഞ സാരം, പ്രിയ സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുന്ന ദൈവം നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തായാലും അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഇപ്പോൾ ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുന്ന നിമിഷത്തിൽ ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇപ്പോൾ വിടുതൽ. യേശുക്രിസ്തുവിന്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ പ്രഭാഷണം ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നിങ്ങൾ നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കാണുവാൻ കഴിയും, ക്രൂശ് മരണം കാണുവാൻ കഴിയും. നിങ്ങൾ കാൽവറിയിലേക്ക് നോക്കുക.
ഒരേ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവരായി കാൽവറിയിലേക്ക് നടന്നീങ്ങുന്ന രണ്ട് കള്ളന്മാർ. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തുമായി ക്രൂശിച്ചതായി വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിനൊരു കാരണമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് വർഷങ്ങൾക്ക് മുമ്പ്, 700 വർഷങ്ങൾക്ക് മുമ്പ്, യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രൂശീകരണത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ അതിക്രമങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതിക്രമക്കാരോടുകൂടി ഇടനിന്നു, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു എന്നും വായിക്കുന്നുണ്ട്. അധമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു. യേശുക്രിസ്തുവിനെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിന്റെ നിവൃത്തിയൂടെയായിരുന്നുവെന്ന് സന്ദർഭവശാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ കാൽവറിയിലേക്ക് നോക്കുക. ഒരേ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവരായി കാൽവറിയിലേക്ക് നടന്നീങ്ങുന്ന രണ്ട് കള്ളന്മാർ. കാൽവറിയിലേക്ക് അവർ ഒന്നിച്ചു പോയെങ്കിലും കാൽവറിയിൽ നിന്നുള്ള ഇവിടെ യാത്ര വ്യത്യസ്തമായിരുന്നു. ഒരുവൻ അന്ത്യനിമിഷത്തിൽ യേശുക്രിസ്തുവിനെ ദുഷിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് നരകത്തിലേക്ക് പോയപ്പോൾ, നിത്യദണ്ഡന സ്ഥലത്തേക്ക് പോകുമ്പോൾ, മറ്റൊരുത്തനൊരു അന്ത്യനിമിഷത്തിൽ ഒരൊറ്റ നോട്ടം, ഒരൊറ്റ നിലവിളി, അവൻ പറുദീസയിലേക്ക് പറന്നുപോയി. യേശുക്രിസ്തുവിന്റെ കുരിശുകൾ കാണുവാൻ കഴിയും. 3 വ്യക്തിത്വങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന്, രക്ഷിക്കുന്ന യേശുവുള്ള കുരിശ്. 2, രക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു കള്ളനുള്ള കുരിശ്. 3, രക്ഷ തിരസ്കരിക്കുന്ന ഒരു കള്ളനുള്ള കുരിശ്. ഏത് വചന കേൾവിയിലും 3 കാര്യം നടക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് സുവിശേഷ യോഗത്തിലും ഈ 3 കാര്യം നടക്കും. 1, രക്ഷിക്കുന്ന യേശു അവിടെ യാഗതനാകുന്നു. 2, രക്ഷ ഏറ്റെടുത്ത ചിലർ മടങ്ങി പോകുന്നു. 3, രക്ഷ തിരസ്കരിച്ച് ചിലർ മടങ്ങുന്നു. ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 1, രക്ഷിക്കുന്ന യേശു, വിടുവിക്കുന്ന യേശു, സൗഖ്യമാക്കുന്ന യേശു, ശക്തീകരിക്കുന്ന യേശു, പാപത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുക്കുന്ന യേശു, നിങ്ങളുടെ സകല പാപവും തന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്ന യേശു, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അവന്റെ പാപന ചോരയാൽ പാപം കഴുകുവാൻ ഏൽപ്പിക്കപ്പെടാം. ഒന്നുകിൽ നിങ്ങൾക്ക് അവനാലുള്ള ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കപ്പെടാം. ഒന്നുകിൽ നിങ്ങൾക്ക് അവന്റെ കരത്തിന്റെ സ്പർശനത്താൽ സൗഖ്യത്തിനായി ഏൽപ്പിക്കപ്പെടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രക്ഷ തിരസ്കരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രക്ഷ തള്ളിക്കളയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ന്യായവിധി എന്നാൽ എന്താണ്? സത്യം അറിഞ്ഞിട്ടും മനുഷ്യൻ സത്യത്തെ അനുസരിക്കുന്നില്ല. സുവിശേഷത്തുള്ള നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ നിത്യത നിർണ്ണയിക്കുന്നത്. 2 മാർഗമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഒന്ന്, വില്ലിംഗ്ലി യു ആക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ഓർ യു വില്ലിംഗ്ലി റിജക്റ്റഡ് ക്രൈസ്റ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സോടെ കർത്താവിനെ സ്വീകരിപ്പാൻ കഴിയും, ഇല്ലെങ്കിൽ മനസ്സോട് നിങ്ങൾക്ക് അവനെ തള്ളിക്കളയാൻ കഴിയും. ഒന്നുകിൽ സത്യമാണിതെന്ന് അറിഞ്ഞിട്ട് മുട്ടിന്മേൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ഇത് സത്യമാണ് പക്ഷെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറംകാല് കൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയും. ഇപ്പോഴും നിങ്ങൾക്ക് അതേ കഴിയൂ. നിങ്ങളുടെ പാപം കഴുകുന്ന, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ ശക്തിയുള്ള യേശുവും അവരുടെ രക്തത്തിന്റെ ശക്തിയും അവരുടെ കൃപയും ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങൾക്കൊന്നെങ്കിൽ മനസ്സോടി കർത്താവിനെ ഏറ്റെടുക്കാം, മുട്ടിമേൽ നിന്ന് നിങ്ങൾക്ക് യേശു കർത്താവിനെ ഏറ്റെടുക്കാം, ഇല്ലെങ്കിൽ മനസ്സോട് നിങ്ങൾക്ക് പുറംകാല് കൊണ്ട് അവനെ തള്ളിക്കളയാം. ഇത് രണ്ടിലൊന്നേ മനുഷ്യവർഗത്തിന് മുമ്പിലുള്ളൂ. ഈ അവസരം പ്രിയ സുഹൃത്തെ, നിങ്ങൾ എവിടെയാണെങ്കിലും മനസ്സ് വെച്ചാൽ വിടുവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം, മനസ്സ് വെച്ചാൽ രക്ഷിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം, മനസ്സ് വെച്ചാൽ സൗഖ്യമാക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. 1 പൈസയും നിങ്ങൾ മുടക്കണ്ട, നിങ്ങൾ മുട്ടയിലഴയണ്ട, നിങ്ങൾ ഭിക്ഷ തണ്ടണ്ട, നിങ്ങൾ ശൂലം കുത്തി ഇറക്കണ്ട, നിങ്ങൾ അടിമയിരിക്കണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു പുലസ്തീയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണ്ട. നിങ്ങൾ ഇരിക്കുന്നിരിപ്പിൽ നിൽക്കുന്നിൽപ്പിൽ ക്രൂശിൽ മരിച്ച യേശുവിനെ നോക്കി, യേശുവേ നീ എന്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ വിശ്വസിക്കുന്നു, നിന്റെ പാപന ചോരയാൽ എന്റെ പാപന ചോരയാൽ എന്റെ പാപം കഴുകണമേ എന്ന് നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ രക്തം സകല പാവം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും.
എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ചേർത്തടിച്ച യേശുവിന്റെ രക്തത്തിന് നിങ്ങളുടെ പാപം കഴുകുവാനുള്ള ശക്തി ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ കഴിയും. പത്രോസ് ലേഖനം അതാണ് പറയുന്നത്. നീതിമാനായ യേശു നീതികെട്ടവരായ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അതേ സുഹൃത്തെ, മനസ്സ് വെക്കുന്ന മാറ്റിൽ വിടിവിക്കുന്നവനാണ് യേശു. കാൽവറി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക. ഒരേ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവരായി കാൽവറിയിലേക്ക് നടന്നിരുന്ന 2 കള്ളന്മാർ കാൽവറിയിലേക്ക് ഒന്നിച്ചു നീങ്ങിയെങ്കിലും കാൽവറിയിൽ നിന്നുള്ള അവരുടെ യാത്ര വ്യത്യസ്തമായിരുന്നു. ഒരുവൻ അന്ത്യനിമിഷത്തിൽ യേശുവിനെ ദുഷിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച്, ആക്ഷേപിച്ച് നരകത്തിലേക്ക് പോയപ്പോൾ മറ്റവൻ അന്ത്യനിമിഷത്തിൽ ഒരൊറ്റ നോട്ടം, ഒറ്റ നിലവിളി പറുദീസിലേക്ക് പറന്നുപോയി. ആ വേദഭാഗം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശ്വാസിച്ചു, സമശിക്ഷാവിധനായി തന്നെയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. യേശുവിനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ 2 വശത്തു നിന്നും 2 വിളികൾ ഉയരുന്നു. ഒരു വശത്തു നിന്ന് ഒരു വെല്ലുവിളി, മറുവശത്തു നിന്ന് ഒരു നിലവിളി. എന്താണ് വെല്ലുവിളി? ഒരുവൻ വെല്ലുവിളിക്കുന്നു, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. മറുവശത്തു നിന്ന് ഒരു നിലവിളിക്കുന്നു, യേശുവേ, എന്നെ ഓർത്തുകൊള്ളണമേ. യേശു കർത്താവ് ആ വെല്ലുവിളിക്ക് മറുപടി കൊടുത്തില്ല, എന്നാൽ ആ നിലവിളിക്ക് മറുപടി കൊടുക്കാതെയും ഇരുന്നില്ല. എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ബൈബിൾ വെളിപ്പെടുന്ന ജീവനുള്ള സത്യദൈവം വെല്ലുവിളിക്ക് മറുപടി കൊടുക്കുന്നവനല്ല. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾ നിലവിളിപ്പാൻ തുടങ്ങിയാൽ സ്വർഗം അവിടെ അടങ്ങിയിരിക്കുന്നവനുമല്ല. എവിടൊക്കെ ദൈവമക്കൾ നിലവിളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ അവന്റെ പാദപീഠത്തിൽ ഇരിക്കണം. നിങ്ങൾ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവം എഴുന്നേൽക്കുകയുള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കില്ല. നിങ്ങൾ ഇരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ശക്തനായവനാണ്. വെല്ലുവിളിക്കല്ല ദൈവം മറുപടി നൽകുന്നത്, തന്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിക്കാണ് ദൈവം മറുപടി നൽകുന്നത്. എവിടൊക്കെ ദൈവമക്കൾ നിലവിളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാം, നിങ്ങളുടെ പ്രതിസന്ധിയുടെയും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെയും നിങ്ങളുടെ ഭാരത്തിൻ്റെയും വേളയിൽ നിങ്ങൾ എപ്പോഴൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങി വന്നിട്ടില്ലേ? ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ? ദൈവത്തിന്റെ വല്ലഭത്വമുള്ള ഭുജം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ? അതെ, നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ് സ്വർഗത്തിലെ ദൈവമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. എന്നാണ് ആ വെല്ലുവിളി? ഒരുത്തൻ ചോദിക്കുന്നു, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അവൻ ആവശ്യപ്പെട്ടത് ശാരീരിക രക്ഷയാണ്. ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണം. എന്നാൽ മറ്റവൻ ആവശ്യപ്പെട്ടത് ആത്മീയ രക്ഷയാണ്. ഇപ്പോൾ ഇറങ്ങി വരണ്ട. അവൻ പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഒരുവൻ പറഞ്ഞു, ഇപ്പോൾ രക്ഷിക്കണം. ഒരുവൻ പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കുക. എന്നാൽ മറ്റവൻ പറഞ്ഞു, എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഞങ്ങളെ രക്ഷിക്കൽ പരിപാടി വിശുദ്ധ ബൈബിളിലില്ല. കൂട്ടുകൃഷിയും കൂട്ടി ബിസിനസ്സും കൂട്ടുകച്ചവടവും ഒക്കെ ഉണ്ടെങ്കിലും കൂട്ടരക്ഷ വേദപുസ്തക പ്രകാരം ശരിയല്ല. കാരണം ഒറ്റയൊറ്റ വ്യക്തികൾ യേശു കർത്താവിന്റെ കാൽപാദത്തിൽ വീഴണം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകുന്നു. ഭക്തനായ മിസ്റ്റർ ലോത്തിന്റെ കെയർ ഓഫിൽ അഭക്തയായ മിസ്സിസ് ലോത്തിന്റെ രക്ഷയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടരക്ഷ, ഞങ്ങളെ രക്ഷിക്കൽ പരിപാടി വിശുദ്ധ ബൈബിളിലില്ല. പേഴ്സണലായി രക്ഷ വ്യക്തിഗതമാണ്. ഓരോരോ വ്യക്തികൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കണം, സ്വീകരിക്കണം. അപ്പോൾ കുടുംബരക്ഷയോ ഒന്നും വേദപുസ്തക പ്രമാണമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ള വചനം. അത് സത്യമായിട്ടും ശരിയാണ്. ഒരാൾ ദൈവത്തിലേക്ക് വന്നാൽ ബാക്കിയുള്ളവരും ഈ കൃപയിൽ വരുവാൻ ദൈവം സാവകാശം ഒരുക്കും. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് ശാരീരക്ഷയാണ്. ഇപ്പോൾ രക്ഷിക്കാൻ പറഞ്ഞു, ഇപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നാൽ മറ്റേ കള്ളൻ പറഞ്ഞത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യാനിത്വത്തിന്റെ
ആകത്തുകയാണ് സത്യത്തിൽ ഒരു കള്ളൻ പറഞ്ഞത്. അവൻ ഏത് വശത്താണെന്ന് നിന്നവനാണെന്ന് വേദപുസ്തകം പറഞ്ഞില്ല. ചിലർ പറയുന്നത് വലതുഭാഗത്തെ കള്ളനാണെന്ന്. പക്ഷെ വേദപുസ്തകത്തിന് തെളിവില്ല. ഇടതുഭാഗത്തായാലും വലതുഭാഗത്തായാലും ദുഷ്പ്രവർത്തിക്കാൽ ഒരുവൻ എന്ന് മാത്രമേ വിശുദ്ധ ബൈബിൾ പറയുന്നുള്ളൂ. അവൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയുടെ ആകത്തുകയാണ്. എന്താണ് അവൻ പറഞ്ഞ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞ അർത്ഥം ഇതാണ്: യേശുവേ, നീയും മരിക്കും, ഞാനും മരിക്കും. നീ അടക്കം ചെയ്യപ്പെടും, ഞാനും അടക്കം ചെയ്യപ്പെടും. എന്നാൽ ഞാൻ എൻ്റെ കല്ലറയിൽ വിശ്രമിക്കും. എന്നാൽ നിന്നെ മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയില്ല. നീ മരണത്തെ തോൽപ്പിക്കും. നീ കല്ലറയെ തകർക്കും. നീ പാതാളത്തെ ജയിക്കും. മരണത്തെ തോൽപ്പിക്കും, പാതാളത്തെ ജയിക്കും. നീ ഉയർത്തെഴുന്നേൽക്കും. നീ സ്വർഗത്തിലേക്ക് പോകും. നീ രാജാതി രാജാവായി മടങ്ങി വരും. അപ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അതേ സ്നേഹിതരെ, ഞാൻ പ്രസംഗനായ യേശു മരിച്ചവനെങ്കിലും മരണത്തെ തകർത്ത് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ യേശുവിനോട്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തവൻ വെല്ലുവിളിക്കുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വരിക. ഈ ലോകത്തിന്റെ 5 വൻകരയിൽ നിന്നും 2 വിളികൾ വരുന്നുണ്ട്. ഒരു വശത്ത് വെല്ലുവിളി, ഒരു വശത്ത് നിലവിളി. വെല്ലുവിളി എന്താണ്? നിങ്ങളുടെ പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. പല ആളുകൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ, ദൈവത്തിന് ജീവനുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ, ഇടിവാള് വെട്ടട്ടെ എന്നൊക്കെ പറയുന്നയാൾ. ഒരു വലിയ മഹാസമ്മേളനം ഒരിക്കൽ ഒരു നാസ്തികൻ വിളിച്ചുകൂട്ടി, ആളുകൾ ജനിച്ചുകൂടി, തടിച്ചുകൂടി. അവരോടായാൽ പറഞ്ഞു, ഞാനിപ്പോൾ ദൈവമെല്ലാം തെളിയിക്കാൻ പോകുകയാണ്. ഈ മൈതാനത്ത് നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വന്ന് എൻ്റെ തലയിൽ ഒരു ഇടിവാള് വെട്ടട്ടെ എന്ന് ആ നാസ്തികൻ വെല്ലുവിളിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ഞാനതിന് മറുപടിയായി പറയുന്നത്, 3 വയസ്സോ 4 വയസ്സോ പ്രായമുള്ള ഒരു കുഞ്ഞ് അപ്പന്റെ കയ്യിൽ ഒരു വെട്ടുകത്തി കൊടുത്തിട്ട് പറഞ്ഞിരിക്കട്ടെ, പപ്പായ്ക്ക് ആണത്തമുണ്ടെങ്കിൽ, പപ്പായ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ, പപ്പായ്ക്ക് പുരുഷത്വമുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ വെട്ട്. അങ്ങനെ പറയുന്ന പോലെയുള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് ഇടിവാള് വെട്ടെന്ന് പറയുന്നത്. പപ്പായ്ക്ക് ആണത്തമില്ലാഞ്ഞിട്ടോ പുരുഷത്വമില്ലാഞ്ഞിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ അല്ല ഈ കൊച്ചു പറയുമ്പോൾ വെട്ടാത്തത്. ആ പപ്പായ്ക്ക് ആണത്വവും പുരുഷത്വവും ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നെ പപ്പ ക്ഷമയുള്ള വ്യക്തിത്വം കൂടെയാണ്. ഈ കുഞ്ഞിനെ പോലെ ബലഹീനനല്ല. ഈ വെല്ലുവിളിക്കുന്ന കുഞ്ഞിന്റെ കാല് കല്ലിൽ തട്ടി താഴെ വീണെന്നിരിക്കട്ടെ, ആ പപ്പയുടെ കരം അവനെ എടുക്കുവാനായി നീണ്ടുവരും. ഇതുപോലെയാണ് സുഹൃത്തെ, വെല്ലുവിളിയിൽ ദൈവം ഇറങ്ങി വരില്ല. തന്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരാതെയും ഇരിക്കില്ല. നാളുകളായി ദൈവത്തെ വെല്ലുവിളിച്ച് നീങ്ങുന്ന സ്നേഹിതരെ, എന്തുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല? ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടി നിൽക്കുന്ന, ഒന്നുകിൽ നിന്റെ അമ്മയുടെ, നിന്റെ മാതാവിന്റെ, നിന്റെ പിതാവിന്റെ, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിന്റെ, അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളുടെ കണ്ണുനീർ നിമിത്തം ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമായി വരാതെ ദൈവത്തിന്റെ കരം നിന്നെ സൂക്ഷിക്കുന്നു എന്ന് നീ മറന്നു പോകരുതെന്ന് ഈ കൂട്ടത്തിൽ ഞാൻ നിന്നോട് ആലോചന പറയുകയാണ്. അപ്പോൾ ഒരു വശത്തുനിന്ന് വെല്ലുവിളി, മറുവശത്ത് നിലവിളി. ഇവൻ പറഞ്ഞു കേട്ടോ, നീ ദൈവപുത്രൻ എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വരിക. ഞാൻ വിശ്വസിക്കുന്നത് ഈ ചോദ്യം ഇവനെ കൊണ്ട് ചോദിപ്പിച്ചത് പെരുങ്കള്ളനായ സാത്താനാണെന്നാണ്. കാരണം യേശു കർത്താവ് പരശുശ്രൂഷ ആരംഭിച്ച വേളയിൽ ദുഷ്ടപിശാച് വന്ന് ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാം. യേശു പരശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ യേശു 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷമായി പിശാച് പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്നു. പിശാച് ചോദിച്ച ആദ്യ ചോദ്യം ഇതായിരുന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. പിശാച് ചോദിച്ച ആദ്യത്തെ ചോദ്യം അതാണ്, ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലപ്പമായി തീരട്ടെ. അവസാന ചോദ്യം അത് തന്നെയായിരുന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഇപ്പോൾ ചാടിയിറങ്ങ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ എങ്കിൽ എന്ന് കൊണ്ടുവരുന്നത് സാത്താനായിരിക്കും. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം, സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം, വിശുദ്ധിയോട് ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പം. എങ്കിൽ ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്ന സാത്താനാണ്. ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്ക്, ദൈവ വിടുതൽ നിങ്ങൾ കാണും, ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാനിടയായി തീരും. അപ്പോൾ എങ്കിൽ ഞാൻ ചോദിപ്പിച്ചത് പിശാചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം എൻ്റെ വിശ്വാസം ഞാൻ പറയാം, ക്രൂശീകരണം പിശാചിന്റെ തല പോകുന്ന ഏർപ്പാടാണെന്ന് സാത്താന് മനസ്സിലായില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആദ്യം മനസ്സിലായിരുന്നു എങ്കിൽ യേശുവിനെ ക്രൂശിക്കുവാനായി അവൻ ഏൽപ്പിക്കത്തില്ലായിരുന്നു. എന്നാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സാത്താന് മനസ്സിലായത് വെളുക്കാൻ തച്ചത് പാണ്ടായെന്ന്. അതിന്റെ സാത്താൻ എന്നാ ചെയ്യുന്നറിയാമോ? അടിയിൽ കിടന്നൊരു കള്ളന്റെ ഇടയിലേക്ക് അവൻ ചാടിക്കയറി. എന്നിട്ട് ഒറ്റ വെല്ലുവിളിയായിരുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ചാടിയിറങ്ങ്. എന്റെ വിശ്വാസം, ക്രൂശീകരണം നടന്നാൽ അവന്റെ തല ചതയും, അവന്റെ തല പോകും. അത് നടക്കാതിരിക്കുവാൻ പിശാചിറക്കിയ ഏറ്റവും ഒടുവിലത്തെ തന്ത്രമായിരുന്നു, ഏറ്റവും ഒടുവിലത്തെ വെല്ലുവിളിയായിരുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ചാടിയിറങ്ങ്. നല്ല പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യവർഗത്തിന് മുഴുവൻ പ്രതിനിധിയായി ഒരു വശത്തു നിന്നുകൊണ്ട് ഒരുവൻ നിലവിളിച്ചു, യേശുവേ,
നീ എന്നെ ഓർത്തുകൊള്ളണമേ. ഇന്ന് രാവിലെ ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യേശു ആ വെല്ലുവിളി കേട്ട് ചാടി ഇറങ്ങാഞ്ഞതിനാൽ, യേശു കർത്താവ് വെല്ലുവിളി കേട്ട് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രഭാഷണം കേൾക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ, ഈ നിമിഷത്തിൽ, അല്ലെങ്കിൽ ഈ പകൽ എവിടെ ഇരുന്നായാലും ഈ വചനം ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തെ, സഹോദരങ്ങളെ, ഞാൻ നസ്രയനായ യേശു ക്രിസ്തു പ്രലോഭനങ്ങളിൽ തോറ്റവനല്ല, പ്രലോഭനങ്ങളെ ജയിച്ച കർത്താവാൻ. അവൻ പരീക്ഷകളിൽ പരാജയപ്പെട്ടവനല്ല, അവൻ പരീക്ഷകളെ ജയിച്ച കർത്താവാൻ. അവൻ സാത്താന്റെ മുമ്പിൽ മുട്ടുകുത്തിയവനല്ല, അവൻ സാത്താനെ മുട്ടുകുത്തിച്ചവനാണ്. ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും സാത്താൻമേൽ ജയമുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു വെല്ലുവിളി ദൈവത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ ചാടിയിറങ്ങുക. എൻ്റെ പ്രിയ സ്നേഹിതരെ, വേണമെങ്കിൽ യേശു കർത്താവിന് ചാടിയിറങ്ങാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കസാന്തസാക്കിസ് എന്ന ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി, നിങ്ങൾക്കറിയാം, ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം. യേശുവിന്റെ അന്ത്യപ്രലോഭനം, യേശുവിന്റെ കുരിശിന്റെ മൂട്ടിൽ നിന്നിരുന്ന രണ്ട് സഹോദരിമാരായിരുന്നു എന്നാണ് അയാൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം, യേശുവിന്റെ കുരിശിന്റെ മൂട്ടിൽ നിന്നവരല്ലായിരുന്നു, കുരിശിങ്കൽ കിടന്ന കള്ളന്മാരായിരുന്നു. ഒരു വശത്തുനിന്ന് വെല്ലുവിളി, മറുവശം നിലവിളി. ഒരു വശത്ത് വിളിച്ചു പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ചാടിയിറങ്ങ്. മറുവശത്ത് വിളിച്ചു പറയുന്നു, എന്നെ ഓർത്തുകൊള്ളണമേ. യേശു കർത്താവ് പ്രലോഭനങ്ങളിൽ പരാജയപ്പെട്ടില്ല, അവൻ പ്രലോഭനങ്ങളെ അതിജീവിച്ചു. അവൻ ജയാളിയായ ക്രിസ്തുവാൻ, അവൻ ജയിക്കുന്നവനാണ്, അവൻ ജയിച്ചവനാണ്. അവന്റെ നാമത്തിൽ നിനക്കും ജയമുണ്ട് സുഹൃത്തെ. യേശു കർത്താവ് പ്രലോഭനങ്ങളിൽ തോറ്റുപോയില്ല, അവൻ അതിൽ ജയിച്ചു. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന്റെ നിവർത്തീകരണത്തിന് വിഘാതമായി സാത്താൻ കൊണ്ടുവന്ന ഒരു വെല്ലുവിളി ആയിരുന്നു അത്. നീ ദൈവപുത്രൻ എങ്കിൽ ഇപ്പോൾ ചാടിയിറങ്ങ്. കൂട്ടത്തിൽ നിങ്ങളോട് പറയാം, പ്രിയ സുഹൃത്തെ, ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ച നാസ്രയനായവൻ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, പഞ്ചസാര മണൽ കൊണ്ട് കടലിനെ അതിരിട്ടവൻ, സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, സകലത്തെയും നിർമ്മിച്ച നിർമ്മിതമായവൻ, ഒരു കള്ളന്റെ നിന്നയേറ്റ്, അപമാനമേറ്റ്, ദുഷിയേറ്റ് എന്തിന് ക്രൂശിൽ പിടഞ്ഞു മരിച്ചു? അതിന് മറുപടി നിന്നെ രക്ഷിപ്പാൻ വേണ്ടിയായിരുന്നു. വേണമെങ്കിൽ യേശുവിനെ ചാടി ഇറങ്ങാമായിരുന്നു, ദൈവത്വം തെളിയിക്കാമായിരുന്നു. പക്ഷേ യേശു ദൈവത്വം തെളിയിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഒരു പരിഹാസികൾ പറഞ്ഞു, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിച്ചില്ല. സത്യം അങ്ങനെയല്ല, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിക്കാൻ നോക്കിയതുമില്ല. അതാണ് കറക്റ്റ്. തന്നെത്താൻ രക്ഷിക്കാൻ നോക്കിയില്ല, നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ പ്രഭാഷണത്തിന്റെ കാതലായ വിഷയം അതല്ലല്ലോ. അത് യേശു കർത്താവ് മനസ്സു വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്നവനാണ്, മനസ്സു വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്നവനാണ്. അവൻ വിളിച്ചു പറഞ്ഞു, യേശുവേ, രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. യേശുവിന്റെ മറുപടി നിങ്ങൾക്കറിയാം. രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കാമെന്നല്ല യേശു പറഞ്ഞത്, അടുത്ത വർഷം ഓർക്കാമെന്നല്ല യേശു പറഞ്ഞത്, അടുത്ത ആഴ്ച ഓർക്കാമെന്നല്ല യേശു പറഞ്ഞത്. യേശുവിന്റെ മറുപടി, ഇന്ന് നീ എന്നോട് കൂടി പർദീസയിലിരിക്കും. അതേ സ്നേഹിതരെ, അതേ സുഹൃത്തെ, മനസ്സു വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ അകൃത്യത്തിന്റെ അടിത്തട്ടിലേക്ക് കാണ്ടിറങ്ങിയ വ്യക്തിയാണെങ്കിലും അനുതാപത്തോട് മടങ്ങി വന്നാൽ രണ്ട് കരവും നീട്ടി നിന്ന് സ്നേഹിക്കുന്നവനാണ് യേശു. നിങ്ങൾക്കറിയാം, അപ്പന്റെ മുതൽ മുഴുവൻ വാങ്ങി മുടിച്ച് ദൂരദേശത്ത് പോയി എല്ലാം മുടിച്ചു മടങ്ങി വന്ന മുടിയൻ പുത്രൻ തിരികെ വന്നപ്പോൾ അവന്റെ വസ്ത്രം പോലും മാറാതെ അവനെ രണ്ട് കരം നീട്ടി സ്വീകരിച്ച് ചുംബിച്ച സ്നേഹസ്വരൂപന്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ അരികിലുണ്ട് സ്നേഹിത. ഇന്ന് എന്റെ പ്രഭാഷണം കേൾക്കുന്ന സ്നേഹിത, നിങ്ങളൊരു പക്ഷേ എല്ലാവരാലും കൈവിടപ്പെട്ടവരായിരിക്കാം, ആർക്കും നിങ്ങളെ വേണ്ടായിരിക്കാം, പാപഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളെ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ യേശുവിന് കഴിയും. ഈ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വിഷയം, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിലൊരു കാര്യം, തന്റെ അടുക്കൽ വരുന്ന ഒരുത്തനെയും തള്ളിക്കളയുവാൻ ദൈവത്തിന് കഴിയത്തില്ല. ഒരുത്തനെയും തള്ളിക്കളയാൻ കഴിയില്ല. യേശുവിന്റെ അരികിൽ വരുന്നവൻ ആരായാലും, എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും അവനെ തള്ളിക്കളയില്ല. കുലപാതകനോ, ദുർനടപ്പുകാരനോ, ക്ഷുദ്രക്കാരനോ, ബിംബാരാധിയോ, ഏത് വ്യക്തിയുമാകട്ടെ, യേശുവിന്റെ അരികിൽ വന്ന ആരെയും യേശു തള്ളിക്കളഞ്ഞിട്ടില്ല. അതെ, സുവിശേഷത്തിന്റെ അന്തസത്ത, സുവിശേഷത്തിന്റെ ആകത്തുക നിങ്ങളോട് പറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിന്റെ ആകത്തുക ഇതാണ്: യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒരൊറ്റ പാവവുമില്ല. യേശു ക്രിസ്തുവിനെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. അതാണ് വേദപുസ്തകം പറഞ്ഞത്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ കർത്താവിന് കഴിയും. അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും
ഹിമം പോലെ വെള്ളയാക്കുവാൻ യേശുവിന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരാ, നിങ്ങൾ എത്ര കഠിന ഹൃദയനാണെങ്കിലും, എത്ര വലിയ മഹാപാപിയാണ് നിങ്ങളോ നാട്ടുകാരോ പറഞ്ഞാലും, യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. നിങ്ങളിപ്പോൾ മനസ്സ് വെച്ചാൽ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അതെ, നിങ്ങളുടെ പഴകിയ പാവവും നിങ്ങളുടെ പഴകിയ രോഗവും യേശുവിന് വിഷയമല്ല. 38 വർഷമായി ബെഥസ്ദാ കുളക്കടലിൽ കിടന്ന രോഗിയെ യേശു സൗഖ്യമാക്കുന്നു. അവൻ കിടക്കുന്ന യേശു കണ്ടു, ഏറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചു. അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എന്താ അവൻ പറഞ്ഞെന്നറിയാമോ? അവൻ പറഞ്ഞു, എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ 8-ാം വാക്യം നോക്കുക. രോഗി അവനോട് എനിക്കാരുമില്ല. രോഗി പറയാ, എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിനു മുമ്പായി ഇറങ്ങുന്നു. യേശുവിനോട് ആളുണ്ടോ എന്നല്ല ചോദിച്ചത്, യേശുവിനോട് ചോദിച്ച മനസ്സുണ്ടോ എന്നാണ്. അവൻ പറഞ്ഞു എനിക്കാരുമില്ലെന്ന്. എന്നാൽ അവന്റെ അവസ്ഥ അറിഞ്ഞ യേശു അവനോട് പറഞ്ഞു, കിടക്ക, എടുത്ത് നടക്കാം. അതിലൊരു യുക്തിഭാഗം നിങ്ങൾക്ക് തോന്നാം. നടുപൊങ്ങാൻ വയ്യാത്ത പക്ഷപാതക്കാരനോട് യേശു പറയുന്നു, കിടക്കെടുത്ത് നടക്കുക. അതിലൊരു മർമ്മമുണ്ട്. വിശ്വാസത്തിന്റെ ആദ്യ സ്റ്റെപ്പ് അവൻ വെക്കണമായിരുന്നു. അവൻ അനുസരണത്തിന്റെ പുറകാലെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത്. അവൻ അനുസരിക്കാൻ തയ്യാറാകണമായിരുന്നു. വിശ്വാസത്തോടെ കിടക്കെടുക്കുവാൻ അവൻ ആഞ്ഞപ്പോൾ അവന്റെ ഞാടീഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിച്ചു. അവൻ സൗഖ്യമുള്ളവനായി ചാടി എഴുന്നേറ്റു. എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തെ, യുക്തി പിഴയ്ക്കുന്നിടത്ത് വിശ്വാസം വിജയിക്കും. യുക്തി പിഴയ്ക്കുന്നിടത്ത് വിശ്വാസം വിജയിക്കും. അടുത്ത പാരഗ്രാഫ് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ വീട്ടിലെ ബൈബിൾ തുറക്കുക. യേശു പിന്നെ അവനെ കണ്ടത് ദേവാലയത്തിലായിരുന്നു. അവൻ അവിടെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു, ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. അതെ, വിടുതൽ ലഭിച്ചവന്, സൗഖ്യം പ്രാപിച്ചവന്, ശക്തി അനുഭവിച്ചവന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ ദൈവത്തെ ആരാധിക്കും, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്കറിയാം, പ്രഭാഷണ ആരംഭം ഞാൻ പറഞ്ഞു, അവൻ കിടന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. കുരുടന്മാരുടെ നടുവിൽ, മുടന്തരുടെ നടുവിൽ, പക്ഷപാതക്കാരുടെ നടുവിൽ, ക്ഷയരോഗിയുടെ നടുവിലാണ് അവൻ കിടന്നത്. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ പിന്നെ അവൻ അവിടെ കിടന്നില്ല. 38 വർഷമായി ഇവിടെ കിടന്നല്ലോ, ഇനിയുള്ള കാലം ഇവിടെ തന്നെ കിടക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല. വിടുതൽ ലഭിച്ചോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. സൗഖ്യം പ്രാപിച്ചോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. ശക്തി അനുഭവിച്ചവൻ ശക്തി കിട്ടിയോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. ഇന്ന് വ്യക്തമായി ദൈവാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവകൃപയെ അനുഭവിച്ച നിങ്ങൾ ദൈവകൃപയെ അനുഭവിച്ചോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്കറിയാം, കൃപ ലഭിച്ച മറിയ, കൃപ ലഭിച്ച എലിസബത്തിനെ തേടിപ്പോയതായി വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു. അടുത്ത കൂട്ടായ്മക്കാരില്ലാഞ്ഞിട്ടല്ല, 130 കിലോമീറ്റർ അകലമുണ്ടായിരുന്നാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളിലായിരുന്നു. പക്ഷെ കൃപ ലഭിച്ചവൾ ആരാധിക്കേണ്ടത് കൃപ ലഭിച്ചോട് ചേർന്നാണ്. അവർ തമ്മിൽ കണ്ട് ഒരു വാക്ക് വന്ദനസ്വരം പറഞ്ഞതേ ഉള്ളൂ. അകത്ത് പിള്ള തുള്ളുവാൻ തുടങ്ങിയതായി നാം വായിക്കുന്നു. കൃപയില്ലാതെ ഒരായുസ് മുഴുവൻ ആരാധിക്കുന്നതിനേക്കാൾ കൃപയോടുകൂടെ ഒരാരാധന ആരാധിപ്പാൻ കഴിഞ്ഞുള്ളെങ്കിൽ അതാണ് ശ്രേഷ്ഠമെന്നറിയണം. മനസ്സു വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്നവനാണ് യേശു. യേശുവിനെ സൗഖ്യമാക്കി അവൻ ദേവാലയത്തിലെത്തി. യേശുവിനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. എന്റെ പ്രഭാഷണം വയ്ക്കുന്ന സുഹൃത്തെ, പട്ടണത്തിലേക്കും പാപനിയായ സ്ത്രീയെ തേടി സുഖാർ എന്ന പട്ടണത്തിലെത്തിയ യേശു, ആ ഭൂതഗ്രസ്തനെ തേടി സിമത്തിലെത്തിയ യേശു ഇപ്പോൾ ഈ പ്രഭാഷണം വയ്ക്കുന്ന നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ യേശുവിനറിയാം. ആർക്കും നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൂടെങ്കിലും യേശുവിന് നിങ്ങളുടെ അവസ്ഥ അറിയാം, നിങ്ങളുടെ കഷ്ടത അറിയാം, നിങ്ങളുടെ സങ്കടം അറിയാം, നിങ്ങളുടെ രോഗമറിയാം, നിങ്ങളുടെ ദുഃഖമറിയാം. അറിയുന്നവൻ മാത്രമല്ല, വിടുവിപ്പാനും അവൻ ശക്തനായ ദൈവമാണ്. മനസ്സ് വെച്ചാൽ വിടുതലാണ്. യേശു ആജ്ഞാപിക്കുന്നവനല്ല, യേശു അപേക്ഷിക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ, ശിമോനോട് പടക് യേശു കണ്ടു. എന്നിട്ട് യേശു അവനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. യേശുവിന്റെ വാക്കിൽ വലയിറക്കിയാൽ വിടുതലാണ്. യേശുവിന്റെ കൽപ്പനയ്ക്ക് ശിരസ വഹിപ്പാൻ നീ തയ്യാറായാൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിപ്പാൻ കഴിയും. യേശു കർത്താവ് ഒരിക്കൽ വരുമ്പോൾ 10 കുഷ്ഠരോഗികൾ യേശുവിനെ എതിരേറ്റ് വന്നു. അവർ യേശുവിനോട് നിലവിളിച്ചു, ദാവീദ് പുത്രാ, കരുണ തോന്നണം. യേശുവിനോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്. എന്തെന്നറിയാമോ? പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗം കണ്ടെത്തിയാൽ കൊന്നാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ പോണ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അവൻ കുഷ്ഠരോഗിയാണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. സൗഖ്യമായി കഴിഞ്ഞാലും പുരോഹിതന്റെ പക്കൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കുഷ്ഠരോഗികളോട് പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഇതായിരുന്നു, പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊള്ളുക എന്നായിരുന്നു അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം യേശു കർത്താവ് ഇത് പറഞ്ഞപ്പോൾ തന്നെ തന്നിൽ നിന്ന് ശക്തി വ്യാപരിച്ചു, സൗഖ്യം വ്യാപരിച്ചു. അതെ, യേശു കൽപ്പിക്കുന്നതനുസരിച്ചാൽ നിങ്ങൾക്കും വിടുതൽ പ്രതീക്ഷിക്കാം. യേശു കർത്താവിന്റെ വാക്കുകൾക്ക് ആജ്ഞാശക്തിയുണ്ട്, വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. മനസ്സു വെക്കുന്ന മാത്രയിൽ യേശു വിടുവിക്കുന്നവനാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ എന്നോടൊപ്പം മുട്ടുകുത്തുവാനും എന്നോടൊപ്പം ദൈവത്തോട് നിലവിളിപ്പാനും പ്രാർത്ഥിപ്പാനും തയ്യാറായാൽ, നിലവിളിയുടെ മാത്രയിൽ, പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ
വിടുവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാം. നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? യേശുവേ, എനിക്ക് മനസ്സുണ്ട്, എന്റെ പാപം കഴുകണമേ. യേശുവേ, എനിക്ക് മനസ്സുണ്ട്, എന്റെ രോഗസൗഖ്യമാക്കണമേ. യേശുവേ, എനിക്ക് മനസ്സുണ്ട്, എന്റെ മക്കളെ മടക്കി വരുത്തണമേ, എന്റെ കുടുംബത്തെ പുതുക്കി പണയണമേ, എന്നെ സഹായിക്കണമേ എന്ന്. എനിക്ക് മനസ്സുണ്ട് കർത്താവേ, അവിടുത്തെ കരം എന്നെ തുടരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ ദൈവകരം നിങ്ങളെ സ്പർശിക്കുന്നു. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സു വെക്കുന്ന മാത്രയിൽ വിടുതൽ, മനസ്സു വെക്കുന്ന മാത്രം രക്ഷ, മനസ്സു വെക്കുന്ന മാത്രം സൗഖ്യം. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സൗഖ്യപിതാവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രഭാഷണം ശ്രമിക്കുന്ന നിന്റെ മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാഷണം ശ്രമിച്ച ആരെങ്കിലും അവിടുത്തെ കരത്തിന്റെ സ്പർശനത്തിനായി ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ, രോഗസൗഖ്യത്തിനായി സമർപ്പിക്കുന്നെങ്കിൽ, അല്ല പാപശാന്തിക്കായി ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ, ഇവിടെ സകല പാവവും പോക്കി വിശുദ്ധീകരിക്കുമാറാകണം. അവിടെ രോഗസൗഖ്യമാകണം. മനസ്സുണ്ട് കർത്താവേ, എന്നെ വിടുവിക്കണമേ എന്ന് ആഴമേറിയ സമർപ്പണത്തോട് അവിടുത്തെ കരത്തിന്റെ സ്പർശനത്തിനായി ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്കായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം, അങ്ങ് അവരെ സൗഖ്യമാക്കുന്നവർക്ക് സ്തോത്രം, ജീവപുസ്തകങ്ങളുടെ പേരിടുന്നവർക്ക് സ്തോത്രം. ഇവിടുത്തെ കരവരെ വിടുവിക്കുന്നവർക്ക് അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.